മനുഷ്യ പരിണാമത്തിലെ സുപ്രധാനമായ ഭാഗം ഹോമോ ഇറക്ടസുകൾ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരാണ് ആദ്യമായി ആശയവിനിമയം നടത്താൻ ഭാഷ കണ്ടെത്തിയത്. ഇന്നത്തെ മനുഷ്യരുടെ ഭാഷയുമായി താരതമ്യം ചെയ്യുമ്പോൾ വികലതകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർ അതുപയോഗിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു. കൂടാതെ മറ്റു ജീവികളെ പോലെ കാട്ടിൽ തീപിടിക്കുന്നത് എങ്ങനെയെന്നോ അത് അവസാനിക്കുന്നത് എങ്ങനെയെന്നോ അറിയാതിരുന്ന മനുഷ്യർ തീയെ മെരുക്കി ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പോഴായിരുന്നു. മനുഷ്യ പരിണാമത്തിലെ ഏറ്റവും വലിയ നേട്ടം തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ തീ ഉണ്ടാക്കുവാനും ആവശ്യം കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കുവാനും സാധിച്ചു എന്നതാണ്. ആ തീ ഉപയോഗിച്ച് അവർ തണുപ്പിൽ നിന്നും രക്ഷ നേടി, രാത്രിയിലെ അന്ധകാരത്തിൽ നിന്നും രക്ഷ നേടി, തങ്ങളെ കൊന്നു തിന്നുവാൻ കാത്തിരിക്കുന്ന മറ്റു ജീവികളിൽ നിന്നും രക്ഷ നേടി, തങ്ങൾ വേട്ടയാടി കൊണ്ടുവരുന്ന മാംസം വേവിച്ച് കഴിക്കുവാൻ തുടങ്ങി. മുൻപ് കാട്ടുതീയിൽപ്പെട്ട് വെന്ത് മരിക്കുന്ന ജീവികളുടെ വെന്ത മാംസം മാത്രം കഴിച്ചിരുന്ന മനുഷ്യർ തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാംസം വേവിച്ച് കഴിക്കാമെന്ന നിലയിലേക്ക് എത്തി. അതിലൂടെ അവർ കഴിക്കുന്ന മാംസത്തെ പൂർണ്ണമായും ദഹിപ്പിക്കുവാൻ അവരുടെ ആമാശയത്തിന് സാധിച്ചു. അതിലൂടെ മിച്ചം വരുന്ന ഊർജം അവരുടെ തലച്ചോറിന് വികാസത്തിന് സഹായിച്ചു.